മലയാള സിനിമ തിരുവനന്തപുരത്ത് പ്രാദേശിക കമ്മിറ്റി കണ്ട് ഫിറ്റ് ഫോർ എക്സിബിഷൻ എന്ന റെക്കമെൻഡേഷനോടുകൂടി മുംബൈയിലേക്ക് അയക്കുന്നു. സിനിമ കാണാതെ ഇതിൻ്റെ സിനോപ്സിസ് വായിച്ചുകൊണ്ട് CBFCയുടെ ചെയർമാൻ അദ്ദേഹത്തിൻ്റെ വിവേചനാധികാരം ഉപയോഗിച്ച് റിവൈസിംഗ് കമ്മിറ്റിക്ക് വിടുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, അദ്ദേഹം സിനിമ കണ്ടിട്ടില്ല. അപ്പോൾ കാണാതെ തന്നെ സിനോപ്സിസ് വായിച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഇത് റിവൈസിംഗ് കമ്മിറ്റിക്ക് വിടുന്നത്. ഇത് JSK എന്ന ഒറ്റ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രതിഷേധമോ പോരാട്ടമോ അല്ല ഞങ്ങളുടേത്. കാരണം ഞാൻ അതിൻ്റെ നിർമ്മാതാക്കളുമായി ഇന്നലെ ബന്ധപ്പെട്ടപ്പോൾ അവർ വലിയ ആശങ്കയിലാണ്. കോടതിയിൽ പോയി ഇനി എത്ര നാൾ ഈ സിനിമ ഇങ്ങനെ ഈ അനിശ്ചിതത്വത്തിൽ കിടക്കും? ഇതൊരു പെരിഷബിൾ കമ്മോഡിറ്റിയാണ് സിനിമ എന്ന് പറയുന്നത്. അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഒരു പക്ഷേ സമ്മർദ്ദത്തിന് വിധേയരായിട്ട് അവർ പേര് മാറ്റാൻ അവർ നിർബന്ധിതരായാൽ പോലും ഞങ്ങൾ അത്ഭുതപ്പെടില്ല. പക്ഷേ ബഹുമാനപ്പെട്ട കോടതിയിൽ ഞങ്ങൾക്ക് വലിയ വിശ്വാസമുണ്ട്. കോടതി ഇതിനകത്ത് ഉചിതമായ ഒരു തീരുമാനമെടുക്കും, കൈക്കൊള്ളും എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തമ വിശ്വാസം. ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിനെ പബ്ലിക് ഡൊമൈനിൽ ഈ വിഷയത്തെ വളരെ സജീവമായി നിലനിർത്തുവാനും തുടർ ചർച്ചകളിലേക്ക് പൊതുസമൂഹത്തെയും മാധ്യമ സമൂഹത്തെയും നിർബന്ധിക്കുവാനുമാണ് ഞങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തിങ്കളാഴ്ച ഞങ്ങൾ തിരുവനന്തപുരത്ത് CBFCയുടെ റീജിയണൽ ഓഫീസിൻ്റെ മുമ്പിൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമര പരിപാടി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതിൽ മലയാള ചലച്ചിത്ര വ്യവസായത്തിലെ ഞങ്ങളുടെ സഹോദര സംഘടനകൾ പങ്കെടുക്കും. ഇത് ഫെഫ്ക മാത്രം നടത്തുന്ന ഒരു സമര പരിപാടിയല്ല, ഇതൊരു സംയുക്ത സമര പരിപാടിയാണ്. അതിൽ നിർമ്മാതാക്കളുടെ സംഘടന പങ്കെടുക്കും, നടീനടന്മാരുടെ സംഘടനയായ, അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രാതിനിധ്യവും അതിലുണ്ടാകും. അപ്പോൾ മലയാള ചലച്ചിത്ര വ്യവസായം ഒന്നടങ്കം ഇതിനെതിരെ പ്രതിഷേധിക്കുകയാണ്. ഏതിനെതിരെ? ഇത്തരം എന്താ പറയേണ്ടത്, വളരെ റാൻഡമായിട്ട്, വളരെ ആർബിട്രറി ആയിട്ട് നടത്തുന്ന ഒരു സർട്ടിഫിക്കേഷൻ പ്രോസസ്സിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം. ആ പ്രതിഷേധം ഞങ്ങൾ തുടങ്ങി വയ്ക്കുന്നത് ഈ തുടർ ചർച്ചകളിലും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലും ഞങ്ങൾക്കുള്ള ഉത്തമ വിശ്വാസം കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. കാരണം നാളെ ഒരു ഫിലിം മേക്കറാണ് ഇങ്ങനൊരു ദുരവസ്ഥ വരരുത് എന്നുള്ളതാണ്. നിങ്ങൾ പ്രസിഡൻസിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമുക്കറിയാം, നമുക്ക് പട്ടാളം ജാനകി ഇവിടെ ഉണ്ടായിട്ടുണ്ട്, സീതാ കല്യാണം ഇവിടെ ഉണ്ടായിട്ടുണ്ട്, എന്ന് സ്വന്തം ജാനകിക്കുട്ടി ഉണ്ടായിട്ടുണ്ട്, അനവധി സിനിമകൾ, ജാനകി എന്ന കഥാപാത്രമുള്ള എത്ര സിനിമകൾ നമ്മൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ആ സാമൂഹിക ചരിത്ര സന്ദർഭത്തിൽ നിന്നും ഇന്നിനെന്താണ് വ്യത്യാസം? അന്നത് പ്രശ്നമില്ല, ഇന്നത് പ്രശ്നം ഉണ്ടാകും എന്ന് പറയുന്നിടത്തല്ലേ യഥാർത്ഥ പ്രശ്നം. ആ പ്രശ്നത്തെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്, അഭിസംബോധന ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾ കരുതുന്നു. ഞങ്ങളുടെ സംവിധായക യൂണിയൻ ഈ വിഷയത്തിലെടുത്ത നിലപാട് എന്താണ് എന്നുള്ളത് ശ്രീ രഞ്ജി പണിക്കർ സംസാരിക്കും.